ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നു മുതൽ നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്ന സംഖ്യാപുസ്തകമാണ്. മോശെ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിൽ 3 പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകമാണ്. ഈ സംഖ്യാപുസ്തകം സീനായി മലയിലെത്തിയതായ ജനസമൂഹം അവിടെ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയായ മോവാബ് താഴ്വരയിൽ എത്തുന്നത് വരെയുള്ള ഏകദേശം 40 വർഷത്തെ അവരുടെ യാത്രകളും അതിനിടയ്ക്കുണ്ടായ യുദ്ധങ്ങളും സംഭവങ്ങളുമൊക്കെയാണ് ഇതിൽ പറയുന്നത്. യഹോവയായ ദൈവം മോശയോട് പറയുന്നു, നീ ഇസ്രായേൽ ജനത്തിൽ ഓരോ ഗോത്രങ്ങളിലും 12 ഗോത്രങ്ങളാണല്ലോ ഉള്ളത്. ഓരോ ഗോത്രങ്ങളിലും പ്രത്യേകം 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ എണ്ണമെടുക്കണം. യുദ്ധപ്രാപ്തരായ പുരുഷന്മാരുടെ എണ്ണമെടുക്കണം. ഇനി ഇസ്രായേൽ ജനം പോകുന്ന വഴിയിൽ ധാരാളം യുദ്ധങ്ങളെ അവർക്ക് നേരിടേണ്ടി വരും. അതിന് അവരുടെ എണ്ണമെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ജനത്തിൻ്റെ എണ്ണമെടുക്കുവാൻ അവകാശമുള്ളത് ദൈവത്തിന് മാത്രമാണ്. കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി അന്ന് ഭൂമിയിലുള്ള 2 പേരെ ദൈവം ഏൽപ്പിക്കുന്നു, മോശയും അഹറോനും. അവർ രണ്ടും കൂടെ വേണം ദൈവത്തിന് വേണ്ടി അവരുടെ എണ്ണമെടുക്കുവാൻ. അവരെ അവിടെ ഇത് ചുമതലപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ 26-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ 40 വർഷത്തിന് ശേഷം ഇസ്രായേൽ ഗോത്രത്തിലെ കുടുംബങ്ങളുടെ എണ്ണമെടുക്കാൻ യഹോവയായ ദൈവം ആവശ്യപ്പെടും നമ്മൾ കാണും. ഇനി 2 പ്രാവശ്യം ഈ എണ്ണമെടുക്കുന്നത് കൊണ്ടാവാം ഈ പുസ്തകത്തിന് സംഖ്യാപുസ്തകം എന്ന് പേര് വരാനുള്ള ഒരു കാരണം അതാണ്. ഇനി നമ്മളിത് അങ്ങനെ അവരാകെ ഈ 12 ഗോത്രങ്ങളിലും കൂടി 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ എണ്ണമെടുത്തപ്പോൾ 6,3550 പേരാണ് യുദ്ധപ്രാപ്തരായ പുരുഷന്മാർ ഇസ്രായേൽ സമൂഹത്തിലുള്ളത്. ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉണ്ട്. 20 വയസ്സിന് മുകളിലുള്ളവർ 6,3550 പേരുണ്ട്. ഈ എണ്ണമെടുക്കുമ്പോൾ ലേവ്യ ഗോത്രത്തിൻ്റെ എണ്ണമെടുക്കരുത് യഹോവയായ ദൈവം ആവശ്യപ്പെട്ടു. അവർ സമാഗമന കൂടാരത്തിന് ചുറ്റുമായി പാളയമടിച്ച് അവർ അവിടെ താമസിക്കണം. അവർക്കൊരു പ്രത്യേക ജോലിയുണ്ട്. അവർ യുദ്ധത്തിന് പോകുന്നവരല്ല. അവരുടെ ജോലി സമാഗമന കൂടാരം സ്ഥാപിക്കുക, അത് അവിടുന്ന് പൊളിച്ച് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലേവ്യ ഗോത്രത്തിലെ സ്ത്രീ പുരുഷന്മാരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യേണ്ടത്. അതാണത്. പൗരോഹിത്യ ഗോത്രമായതുകൊണ്ട് അവരെ ഒഴികെ മറ്റ് യുദ്ധപ്രാപ്തരായ ആളുകളെ മറ്റ് ഗോത്രങ്ങളിൽ നിന്ന് യഹോവയായ ദൈവം മോശ മുഖാന്തരം ഇവിടെ തിട്ടപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവർ, പുതിയ നിയമവുമായി നമ്മളിതിനെ ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെയും ദൈവം തിട്ടപ്പെടുത്തിയവരാണ് യുദ്ധപ്രാപ്തരായ ആളുകളായിട്ട്. സ്നാനമേറ്റ് കർത്താവിനോട് ചേരുന്ന ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ പടയാളികളായിട്ട് മാറുന്നു. പരിശുദ്ധ സുറിയാനി സഭയിൽ, നമ്മുടെ സഭയിൽ ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കി മൂറോൻ അഭിഷേകം നടത്തുമ്പോഴുള്ള പ്രാർത്ഥന ഇതാണ്: കർത്താവെ, മാമോദീസയിലുള്ള വിശ്വാസം മൂലം നിൻ്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ ദാസൻ, ദാസി എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂറോൻ അഭിഷേകം നമ്മളെ നടത്തുന്നത്. നിൻ്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുത്തി. ഇനി ഇവൻ ദുഷ്ടപ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ തേജസ്സിൽ കൂടി സഞ്ചരിച്ച് നിന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുമാറാകണമേ. നിന്റെ പരിമള വാസനകളാൽ ഇവന് നിറയുമാറാകണം. ഇനി അന്ധകാര ശക്തികളെ ഇവന് ഭയപ്പെടുവാൻ ഇടയാകരുത്. നിന്നിൽ കൂടി സഞ്ചരിച്ച് നിന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരണം. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഓരോ വിശ്വാസികളായ നമ്മളും യുദ്ധഭൂമിയിലാണ്. അതായത് ജഡം, ലോകം, പിശാചിവും മൂന്നുള്ള പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുന്നുവെന്ന് സ്ലീഹ പറഞ്ഞതുകൊണ്ടാണ്. ഓരോ സ്ലീഹ പറഞ്ഞതുപോലെ, ഞാൻ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നു, പക്ഷേ ഇച്ഛിക്കാതെ അത് തിന്മ ചെയ്യേണ്ട സാഹചര്യം ഭൂമിയിലുണ്ട്.
കാരണം പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പടയാളികളാക്കി കർത്താവ് നമ്മെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ പടയാളികളാകുവാൻ തക്കവണ്ണം ലോകസ്ഥാപനത്തിന് മുൻപ് ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തുവെന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുമുണ്ട്. എന്തിനാണ് കർത്താവിന് വേണ്ടി പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയവരാണ് ഓരോ വിശ്വാസികളും. പുതിയ നിയമത്തിൽ അതിന് സ്ത്രീ പുരുഷ ഭേദമില്ല, കാരണം എല്ലാവരും കർത്താവിൽ ഒന്നാണ്. പഴയ നിയമത്തിൽ പുരുഷന്മാർക്കാണല്ലോ പ്രാധാന്യമുള്ളത്, കൊണ്ടാണ് പുരുഷന്മാരെ മാത്രം എണ്ണുന്നത്, അവരാണ് യുദ്ധത്തിന് പോകുന്നത്. എന്നാൽ പിശാചിനോട് യുദ്ധം ചെയ്യുന്നതിൽ നമുക്ക് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും അതിൽ പുതിയ നിയമത്തിൽ നമ്മൾ ആ പടയാളികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരാണ്. അപ്പം നമുക്ക് പിശാചിനോട് യുദ്ധം ചെയ്യാൻ സാധിക്കണം. പൈശാചിക പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ഒക്കെ ദൈവവചനത്തിൻ്റെ ശക്തിയാലും പ്രാർത്ഥനയുടെ ശക്തിയാലും ദൈവം നമ്മിലും നാം അവലുമായിരിക്കുന്ന അനുഭവത്തോടു കൂടി അതിനോട് യുദ്ധം ചെയ്യുവാനും ആ പൈശാചിക ശക്തികളെ അതിജീവിപ്പാനും നമുക്കിടയായിട്ട് തീരണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അതിനാണ് നമ്മൾ വേദപുസ്തകം വായിക്കുന്നത്. ഇവിടെ കഴിയുന്നതായ ഓരോ യുദ്ധങ്ങളും കുറിച്ച് നമ്മളിനി വായിക്കുമ്പോഴും അതെല്ലാം നമുക്ക് പിശാചിനോടുള്ള യുദ്ധത്തിനുള്ള ഒരു ആഹ്വാനമായി അതിനെ കണ്ടുകൊണ്ട് നമുക്ക് ജീവിപ്പാനിടയാകണം. അതിന് ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വചനം വായിക്കുവാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ മറ്റുള്ളവരെ കൂടി ഇത് വായിക്കുവാൻ ഇപ്പോൾ എന്നോട് സഹകരിക്കാത്ത ആളുകളോടുകൂടി നിങ്ങളിത് പറഞ്ഞ് എല്ലാവരും ഇത് വായിക്കുവാനുള്ള ഒരു ക്രമീകരണം ചെയ്യണം. അപ്പോൾ ഇന്ന് എല്ലാവരും 1-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുക. നമുക്ക് ഇതിന് ശേഷം സംഖ്യാപുസ്തകത്തിൻ്റെ മുന്നോട്ടുള്ള അധ്യായങ്ങൾ നമുക്ക് ഓരോ ദിവസമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതിൽ സഹകരിക്കുന്ന പങ്കെടുക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.